Hello everyone, welcome to Math Magic. Question number 1 from exercise 2.5. Solve the following linear equations. ആദ്യത്തേത് x/2 minus 1/5 equal to x/3 plus 1/4. നമുക്കിതിൽ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എല്ലാ നമ്പേഴ്സും ഫ്രാക്ഷൻ ഫോമിലാണുള്ളത്. അതുകൂടാതെ എക്സിൻ്റെ ടേം LHSലുണ്ട് RHSലുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സിൻ്റെ ടേമൊക്കെ LHSലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതുപോലെ കോൺസ്റ്റൻറ്റ് ടേംസൊക്കെ RHSലോട്ടേക്കും ട്രാൻസ്ഫർ ചെയ്യാം. ആദ്യം നമുക്ക് LHSൽ എക്സിൻ്റെ ടേം RHSന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ആദ്യം LHSലുള്ളത് എഴുതാം x/2. ഇനി x/3 LHSലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ -x/3 ഈക്വൽ ടു 1/4 -1/5 RHSലെത്തുമ്പോൾ എന്താകും പ്ലസ് 1/5. LHSും RHSും ഒക്കെ ഫ്രാക്ഷൻ ഫോമിലാണുള്ളത് അല്ലേ. അപ്പോൾ ഫ്രാക്ഷൻസ് എങ്ങനെയാണ് സബ്ട്രാക്ഷൻ അഡീഷനൊക്കെ ചെയ്യേണ്ടതെന്ന് നമ്മൾ 7th പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 2ൻ്റെയും 3ൻ്റെയും LCM കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം 2ൻ്റെയും 3ൻ്റെയും LCM എത്രയാണ്, 6 അല്ലേ. അപ്പോൾ 2, 6 ആവാൻ ഏത് നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 3 കൊണ്ടല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ 3 കൊണ്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ എന്ത് ചെയ്യണം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻറ്റു 3, അപ്പോൾ x ഇൻറ്റു 3 എത്ര വന്നു, 3x മൈനസ്, ഇനി 3, 6 ആവാൻ അതുപോലെ ഏതിനെ കൊണ്ട് ചെയ്യണം, 2 കൊണ്ടല്ലേ. അപ്പോൾ ന്യൂമറേറ്റർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു 2. അപ്പോൾ x ഇൻറ്റു 2 2x ഈക്വൽ ടു 4ൻ്റെയും 5ൻ്റെയും LCM കണ്ടുപിടിക്കണം അല്ലേ. 4ൻ്റെയും 5ൻ്റെയും LCM എത്രയാണ്, 20. അപ്പോൾ ഡിനോമിനേറ്ററിൽ 20 വന്നു. ഇനി 4 20 ആവാൻ ഏത് നമ്പറിനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 5 കൊണ്ടല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ 5 കൊണ്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 5 5 പ്ലസ് 5 20 ആവാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 4 4. ഇനി 3x മൈനസ് 2x, 3xന്ന് 2x പോയാൽ ബാക്കി x/6 ഈക്വൽ ടു 5 + 4 9/20. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ മാത്രമേ കണ്ടുപിടിക്കേണ്ടതല്ലേ. അപ്പോൾ എക്സ് മാത്രം LHSൽ വെച്ചു, ഈക്വൽ ടു 9/20 ഡിവൈഡഡ് ബൈ 6 RHSലെത്തുമ്പോൾ ഇൻറ്റു 6. 9 × 6/20 സിംപ്ലിഫൈ ചെയ്യാം. 2നെ കൊണ്ട് ചെയ്താൽ 2 3s are 6, അതുപോലെ 2 10s are 20. അപ്പോൾ 9 × 3 27/10. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, x ഈക്വൽ ടു 27/10. സെക്കൻഡ് ക്വസ്റ്റ്യൻ, n/2 മൈനസ് 3n/4 പ്ലസ് 5n/6 ഈക്വൽ ടു 21. ഇവിടെ n വരുന്ന ടേമൊക്കെ LHSലാണുള്ളത്, RHSൽ കോൺസ്റ്റൻറ്റ് ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് n-ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കാം. ഡിനോമിനേറ്റേഴ്സ് ഇവിടെ 2 4 6. അപ്പോൾ LCM നോക്കാം, 2 4 6. ആദ്യം 2 കൊണ്ട് ചെയ്യാം. 2 1s are 2 1, 2 2s are 4 2, 2 3s are 6 3. നെക്സ്റ്റ് 2 1, 2 1s are 2 1 3. നെക്സ്റ്റ് 3 1 1, 3 1s are 3 1. അപ്പോൾ LCM 2 × 2 × 3 ഈക്വൽ ടു 2 × 2 4, 4 × 3 12. അപ്പോൾ നമുക്ക് LCM കിട്ടി 12. അപ്പോൾ ഡിനോമിനേറ്ററിൽ 12 വന്നു. നെക്സ്റ്റ് 2 12 ആകാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ അതുപോലെ ന്യൂമറേറ്ററിലും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ n × 6 6n മൈനസ്, അതുപോലെ 4 12 ആകാൻ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ട്. അപ്പോൾ ഡിനോമിനേറ്റർ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററും 3 കൊണ്ട്. അപ്പോൾ 3n × 3 9n പ്ലസ് 6 12 ആകാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ന്യൂമറേറ്ററും 2 കൊണ്ട്. അപ്പോൾ 5n × 2 10n ഈക്വൽ ടു 21. 6n മൈനസ് 9n, 6n മൈനസ് 9n എത്ര വരാം, -3n പ്ലസ് 10n.
അപ്പോൾ -3n പ്ലസ് 10n ബൈ 12 ഈക്വൽ ടു 21. -3n പ്ലസ് 10n എത്ര വരും? 7n അല്ലേ? അതായത് 10 3 മൈനസ് ചെയ്ത് 10ൻ്റെ സൈൻ ഇട്ട് കൊടുത്ത്. അപ്പോൾ 7n ബൈ 12 ഈക്വൽ ടു 21. ഇനി എന്നിൻ്റെ ടേം മാത്രം LHSൽ വെക്കാം. 7n ഈക്വൽ ടു 21 ഇൻറ്റു 12. 21 ഇൻറ്റു 12 എത്രയാണ് നോക്കാം. 21 ഇൻറ്റു 12, 2 1s are 2, 2 2s are 4, 1 1s are 1, 1 2s are 2, 2 5 2, 252. 7n is equal to 252. n equal to 252 divided by 7. 252 divided by 7 എത്രയാണ് നോക്കാം. 252 divided by 7. 7 3s are 21. അപ്പോൾ 3 into 7 21. 5 minus 1 4. 2 42. അപ്പോൾ 7 6 are 42. അപ്പോൾ 6 into 7 42. 42 minus 42 0. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ഈക്വൽ ടു 36. അപ്പോൾ n ഈക്വൽ ടു 36. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. x പ്ലസ് 7 മൈനസ് 8x ബൈ 3 ഈക്വൽ ടു 17 ബൈ 6 മൈനസ് 5x ബൈ 2. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എക്സിൻ്റെ ടേമൊക്കെ LHSലാക്കുക, കോൺസ്റ്റൻറ്റ് ടേമൊക്കെ RHSലാക്കുക. അപ്പോൾ ആദ്യം LHSലുള്ള എക്സിൻ്റെ ടേമൊക്കെ എഴുതാം. എക്സ് മൈനസ് 8x ബൈ 3. നെക്സ്റ്റ് RHSൽ മൈനസ് 5x ബൈ 2 LHSലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ എന്താകും? പ്ലസ് 5x ബൈ 2 ഈക്വൽ ടു RHSലുള്ളത് 17 ബൈ 6 പ്ലസ് 7 RHSലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ -7. ഇനി ഇവിടെ എക്സിന് നമുക്ക് ഫ്രാക്ഷൻ ഫോമിലാക്കാം. അപ്പോൾ എക്സ് എന്താവും? എക്സ് ബൈ 1. അപ്പം 3 ടേമും ഫ്രാക്ഷൻ ഫോമിലായി. അതുപോലെ 7നെയും ഫ്രാക്ഷൻ ഫോമിലാക്കുക. 7 ബൈ 1 അവിടെ 2 ടേമും ഫ്രാക്ഷൻ ഫോമിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം LHSലെ ഫ്രാക്ഷൻസിൻ്റെ LCM നോക്കാം. 132. 132ൻ്റെ LCM എത്ര വരും? 6. അപ്പോൾ ഡിവൈഡഡ് ബൈ 6. അപ്പോൾ 1 6 ആവാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 6. അപ്പോൾ ന്യൂമറേറ്ററും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ x ഇൻറ്റു 6 6x മൈനസ് 3 6 ആവാൻ 2 കൊണ്ട്. അപ്പോൾ ഇൻറ്റു 2 ന്യൂമറേറ്ററും ഇൻറ്റു 2. 8x ഇൻറ്റു 2 16x പ്ലസ് 2 6 ആവാൻ 3 കൊണ്ട്. അപ്പോൾ ഇൻറ്റു 3 ന്യൂമറേറ്റർ ഇൻറ്റു 3. 5x ഇൻറ്റു 3 15x ഈക്വൽ ടു. ഇനി RHSലെ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM 6ൻ്റെയും 1ൻ്റെയും LCM 6. അപ്പോൾ 6 ഓൾറെഡി 6 ആണ്. അപ്പോൾ 17 മൈനസ് 1 6 ആവാൻ 6 കൊണ്ട്. അപ്പോൾ ഇൻറ്റു 6 ന്യൂമറേറ്റർ ഇൻറ്റു 6. 7 ഇൻറ്റു 6 42. 6x മൈനസ് 16x പ്ലസ് 15x എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം 6x മൈനസ് 16x എത്രയാണെന്ന് നോക്കാം. 6x മൈനസ് 16x. അപ്പോൾ എങ്ങനെ വരും? മൈനസ് എന്നുള്ളത് പ്ലസ് ആകും. പ്ലസ് 16 മൈനസ് 16 ആയി. അപ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടാം അല്ലേ. അപ്പോൾ 16 മൈനസ് 6 10. അപ്പം -10 എന്ന് വരും. അപ്പം -10x പ്ലസ് അതിലൂടെ എന്ത് ചെയ്യണം? 15x ചെയ്യണം. ഇതും അതുപോലെ ചെയ്താൽ 15 10 പോയാൽ 5. വലുതിൻ്റെ സൈന് പോസിറ്റീവ്. അപ്പം ആൻസർ പോസിറ്റീവ് 5x എന്ന് വരും. 5x ബൈ 6 ഈക്വൽ ടു 17 മൈനസ് 42 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 17 മൈനസ് 42 ഇതെങ്ങനെ വരാം? 17 മൈനസ് പ്ലസ് ആയി പോസിറ്റീവ് 42 നെഗറ്റീവ് 42. അപ്പോൾ 42 മൈനസ് 17 കണ്ടുപിടിക്കുക. എന്നിട്ട് ആൻസറിന് നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പോൾ 42 മൈനസ് 17 3 12 12 മൈനസ് 7 5 3 മൈനസ് 1 2. അപ്പോൾ ആൻസർ 25. അപ്പോൾ സൈന് നെഗറ്റീവ് 25 ബൈ 6. 5x ഈക്വൽ ടു -25 ബൈ 6 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 6. 6 6 ക്യാൻസലായി ഈക്വൽ ടു -25.
അപ്പോൾ നമുക്ക് കിട്ടി 5x ഈക്വൽ ടു -25. അപ്പോൾ x ഈസ് ഈക്വൽ ടു -25 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 5 5s are 25. അപ്പോൾ -5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -5. ഫോർത്ത് ക്വസ്റ്റ്യൻ x മൈനസ് 5/3 ഈക്വൽ ടു x മൈനസ് 3/5. ഇവിടെ LHSലും RHSലും കംപ്ലീറ്റ് ഫ്രാക്ഷനാണ് ഉള്ളത്. അതായത് ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം വേറെ ഇല്ല, വെറും ഫ്രാക്ഷൻ ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതായത് ഇപ്പോൾ ഈ ഫോമിലാണ് ഉള്ളത് a/b ഈക്വൽ ടു c/d. അപ്പോൾ ഇതെങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിനാൽ ആദ്യത്തെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററും, അതായത് a ഇൻറ്റു d ഈക്വൽ ടു നെക്സ്റ്റ് b ഇൻറ്റു c. ആദ്യത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും. അപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് ചെയ്യാം. എന്ത് വരും? ആദ്യം x മൈനസ് 5 ഇൻറ്റു 5, x മൈനസ് 5 ഇൻറ്റു 5 ഈക്വൽ ടു 3 ഇൻറ്റു x മൈനസ് 3, 3 ഇൻറ്റു x മൈനസ് 3. നെക്സ്റ്റ് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? x ഇൻറ്റു 5 ചെയ്യാം. x ഇൻറ്റു 5 5x, സൈന് മൈനസ് നെഗറ്റീവ്, 5 ഇൻറ്റു 5 25 ഈക്വൽ ടു, ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 3 ഇൻറ്റു x 3x മൈനസ് 3 ഇൻറ്റു 3 9. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എക്സിൻ്റെ ടേമൊക്കെ LHSൽ കൊണ്ടുവരാം, കോൺസ്റ്റൻറ്റ് ടേം RHSലോട്ടേക്കും. അപ്പോൾ 5x 3x LHSലെത്തുമ്പോൾ മൈനസ് 3x ഈക്വൽ ടു -9 മൈനസ് 25 RHSലെത്തുമ്പോൾ എന്താകും? പ്ലസ് 25. അപ്പോൾ 5x മൈനസ് 3x 2x ഈക്വൽ ടു -9 പ്ലസ് 25 എത്ര വരും? 25. 9 മൈനസ് ചെയ്തിട്ട് 25ൻ്റെ സൈൻ കൊടുക്കുക. അപ്പോൾ 25 മൈനസ് 9 എന്ന് പറയുന്നത് 16. അപ്പോൾ പോസിറ്റീവ്, 25ൻ്റെ സൈൻ പോസിറ്റീവ്. അപ്പോൾ x ഈക്വൽ ടു 16 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2i ഈക്വൽ ടു 16/2 8. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, x ഈസ് ഈക്വൽ ടു 8. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, 3t മൈനസ് 2/4 മൈനസ് 2t പ്ലസ് 3/3 ഈക്വൽ ടു 2/3 മൈനസ് t. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? RHSലെ t LHSലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 3t മൈനസ് 2/4 മൈനസ് 2t പ്ലസ് 3/3 മൈനസ് t LHSലെത്തുമ്പോൾ പ്ലസ് t ഈക്വൽ ടു 2/3. ഇനി t ഫ്രാക്ഷൻ ഫോമിലാക്കാൻ എന്ത് ചെയ്യണം? t/1 എന്ന് എഴുതാം, t/1. നെക്സ്റ്റ് ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കുക. 431ൻ്റെ LCM എങ്ങനെയാണ് നോക്കാം. 431 ആദ്യം 2 കൊണ്ട് ചെയ്യാം. 2 2s are 4, അപ്പോൾ 2, 3 അതുപോലെ എഴുതി, 1 അതുപോലെ എഴുതി. നെക്സ്റ്റ് 2 2 1s are 2, 1 3 1. നെക്സ്റ്റ് 3 1 3 1s are 3 1 1. അപ്പോൾ LCM 2 ഇൻറ്റു 2 ഇൻറ്റു 3, 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 12. അപ്പോൾ LCM ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. അപ്പോൾ ഡിനോമിനേറ്ററിൽ 12 വന്നു. ഇനി 4 12 ആകാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 3t മൈനസ് 2 മൈനസ് 3 12 ആകാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻറ്റു 4, ന്യൂമറേറ്ററിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 ഇൻറ്റു 2t പ്ലസ് 3 പ്ലസ് 1 12 ആകാൻ 12 ഉണ്ട്. അപ്പോൾ ഡിനോമിനേറ്റർ 12 ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും 12. അപ്പോൾ 12 ഇൻറ്റു t 12t ഈക്വൽ ടു 2/3. ഇനി നമുക്ക് ന്യൂമറേറ്ററിലെ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യാം. ആദ്യം 3 ഇൻറ്റു 3t, 3 ഇൻറ്റു 3t എന്ത് വരും? 9t, 9t മൈനസ് 3 ഇൻറ്റു 2 6
മൈനസ് മൈനസിന് ശേഷം എന്തായിട്ട് രണ്ടിൽ കൂടുതൽ ടേം ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ബ്രാക്കറ്റ് ഇടണം. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടു. നെക്സ്റ്റ് 4 × 2t 8t പ്ലസ് 4 × 3 12 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക പ്ലസ് 12t ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 2/3. ഇനി ഇവിടുത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 9t മൈനസ് 6. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് നെക്സ്റ്റ് മൈനസ് കൊണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൈനസ് ഇൻറ്റു 8t എന്ന് പറയുന്നത് എന്ത് വരും? മൈനസ് 8t. നെക്സ്റ്റ് മൈനസ് ഇൻറ്റു പോസിറ്റീവ് 12. അപ്പോൾ അതെന്ത് വരും? മൈനസ് 12 പ്ലസ് 12t ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 2/3. ഇനി നമുക്ക് ടി വരുന്ന ടേംസൊക്കെ ഒന്നിച്ചെഴുതാം. അതുപോലെ കോൺസ്റ്റൻസ് ഒന്നിച്ചെഴുതാം. 9t മൈനസ് 8t പ്ലസ് 12t. ഇനി കോൺസ്റ്റൻസ് മൈനസ് 6 മൈനസ് 12 ബൈ 12 ഈക്വൽ ടു 2/3. 9t മൈനസ് 8t എത്ര വരും? ടി വരും. അപ്പോൾ ടി പ്ലസ് 12t 13t മൈനസ് 6 മൈനസ് 12 അത് എത്രയാണ് നോക്കാം. മൈനസ് 6 മൈനസ് 12 എന്ത് വരും? മൈനസ് 6 മൈനസ് പ്ലസ് ആയി പ്ലസ് 12 മൈനസ് ആയി മൈനസ് 12. അപ്പോൾ മൈനസ് 6 പ്ലസ് മൈനസ് 12 മൈനസ് 18 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 2/3. 13t മൈനസ് 18 ഈക്വൽ ടു 2/3 ഡിവൈഡഡ് ബൈ 12 RHSലെത്തുമ്പോൾ ഇൻറ്റു 12 ഈക്വൽ ടു 13t മൈനസ് 18 ഈക്വൽ ടു നമുക്ക് ഇവിടുന്ന് സിംപ്ലിഫൈ ചെയ്യാം 3 കൊണ്ട്. 3 1s are 3, 3 4s are 12. അപ്പോൾ ഇവിടെ 4. അപ്പോൾ 2 × 4 8. 13t ഈക്വൽ ടു 8 മൈനസ് 18 RHSലെത്തുമ്പോൾ പ്ലസ് 18 ഈക്വൽ ടു 8 പ്ലസ് 18 26. 13t is equal to 26. t equal to 26 divided by 13 equal to 2 13s are 26. അപ്പോൾ 2. t യുടെ വാല്യൂ ആയിട്ട് t is equal to 2.